എന്നും ഇങ്ങനെ പുകയിടിയിലാണ്. കാരണം പുകയിടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഓക്സിജനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്കിടെ മൂക്കിലേക്ക് ഇവർ കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഇതൊക്കെ ഇതാക്കിയിട്ട് നമ്മുടെ സ്കിന്ന് ബേൺ ചെയ്യുക. ഇത് രണ്ടാണ് ഉദ്ദേശം. അപ്പം നമ്മുടെ മൂക്കിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ അടിക്കുമ്പം നമ്മുടെ ഓക്സിജൻ ഫ്ലോ നമ്മുടെ ബ്രെയിനിലേക്കുള്ളത് കുറയും. അങ്ങനെ നമുക്ക് സ്ട്രോക്ക് വരുത്താൻ നോക്കുക. പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കറുപ്പിച്ചിട്ട് ഇങ്ങനെ കെമിക്കൽ ബേൺ ഉണ്ടാക്കുക, എന്നിട്ട് പറയുക നമുക്ക് ലിവർ ഡിസീസാണെന്ന്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവരുടെ ഉദ്ദേശം. മനസ്സിലായില്ലയോ? ഇങ്ങനെ പല രീതിയിൽ ഇവന്മാർ ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വെച്ച് നമ്മുടെ LLB ഡിഗ്രി വെച്ച് ഇൻഷുറൻസ് തട്ടാൻ നമ്മൾ ഇങ്ങനെ അസുഖം വന്നു, അങ്ങനെ അസുഖം വന്നു, അങ്ങനെയാണ് വട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ വെച്ച് ഇൻഷുറൻസ് തട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതൊക്കെ. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മുടെ തലയിലോട്ട് ഇത് ഇപ്പം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തലയിലോട്ടിങ്ങനെ. അപ്പം നമ്മുടെ തലയിലോട്ടിങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കുറയും, നമ്മുടെ ബ്രെയിനിലേക്കുള്ളത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പം ഈ പത്മജൻ എന്ന് പറയുന്നവൻ ഫോൺ പിടിച്ചുകൊണ്ടാണ് സർവ്വസമയവും നിൽക്കുന്നത്. അവൻ അതിനകത്തുണ്ട്. അപ്പം രാവിലെ തുടങ്ങിയതാണ്. നമ്മുടെ തലയിലോട്ട് അടിക്കാൻ തുടങ്ങിയപ്പം അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവനവിടെ ഫോണും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവൻ 24 മണിക്കൂർ ഇതിനകത്ത് വന്നിരുന്ന് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുക ഇവൻ്റെ ജോലി. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളെ മൂക്കിലോട്ട് ഇതടിക്കുക. ഞാനതൊക്കെ പറയുന്നുണ്ട് നമ്മൾ രാത്രിയിലും അടിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇവൻ ഇതിനകത്ത് വന്നിരിക്കുക. അവൻ പറഞ്ഞിട്ടുണ്ട് 7 ദിവസത്തിനുള്ളിൽ അവൻ എന്നെ അങ്ങ് വക വരുത്തുമെന്ന്. അവൻ നാട്ടുകാരും ഒക്കെ കേൾക്കെ തന്നെയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് കേൾക്കുന്നതാണെങ്കിൽ ഈ നമ്മുടെ SNDPയിലെ CCTVക്കകത്ത് സൗണ്ടുള്ള CCTV ആണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റും ഇവൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വലിയ മാഫിയ സംഘമാണ് ഇവന്മാരെന്തും ചെയ്തു കളയും. ഇവന്മാർക്ക് ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ഇൻഷുറൻസ് മോഷണമാണ് ഇവന്മാരുടെ ജോലി. അപ്പം എൻ്റെ പ്രോപ്പർട്ടി തട്ടിയെടുക്കണം, ഭയങ്കര രോഗങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റോഡ് തെക്ക് വശം റോഡ് മേഫെയർ മുതൽ ഒലകെട്ടിയമ്പലം മേഫെയർ എന്ന് പറയുന്ന ബാറ് മുതൽ ഇതിൻ്റെ ജസ്റ്റ് തെക്കേ വശത്തൂടെ തുടങ്ങുന്ന റോഡ് SNDP, അതാണ് SNDP. എവിടെ വന്ന് ഇങ്ങോട്ട് വരുന്ന ഇരിക്കലേത്ത് സ്കൂളിൻ്റെ അവിടെ ചെന്ന് കയറുന്ന റോഡാണിത്. അപ്പോൾ ഈ റോഡിൻ്റെ വടക്ക് വശത്തായിട്ടാണ് നമ്മുടെ വസ്തു. ഈ റോഡ് കിഴക്കോട്ടും പടിഞ്ഞാട്ടുമാണ് അതിൻ്റെ ഇത് പടിഞ്ഞാട്ടുള്ള ഇത് കിഴക്കോട്ടും ഡയറക്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ വീട് റോഡിൻ്റെ വടക്ക് വശത്താണ്, തെക്കോട്ട് ദർശനത്തിൽ. കണ്ടല്ലോ, തെക്കോട്ടാണ് നമ്മുടെ വീടിൻ്റെ ദർശനം, അല്ലാതെ കിഴക്കൊന്നുമല്ല. കിഴക്കൂടെ അവൻ്റെ വഴിയാണ്. കിഴക്ക്, എൻ്റെ വീടിൻ്റെ കിഴക്ക് വശം ഇതെന്ന് പറയുന്നത് നടവഴി, സുബ്രഹ്മണ്യൻ്റെ വീട്ടിലേക്കുള്ള നടവഴി. സുബ്രഹ്മണ്യൻ്റെ വീട്ടിലേക്കുള്ള നടവഴിയാണിത്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ടാണ് പറയുന്നത്. അതുപോലെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഇത് പടിഞ്ഞാറ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന, അവൻ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, മനോജ് എന്ന് പറയുന്നവൻ്റെ വക വസ്തു. പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ദിരം കഴിഞ്ഞാൽ കിഴക്ക് വശത്തുള്ളത് ഓടിട്ട ആദ്യത്തെ വീട് എൻ്റെതാണ്. പഴയ വീട് 1960s പണിഞ്ഞ വീടാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ഇതാക്കാം. കണ്ടല്ലോ. അപ്പം ഇത് തെക്കോട്ട് ദർശനത്തിലുള്ള വീടാണ്. എൻ്റെ പേരിലുള്ളതാണ്. എൻ്റെയും VK രത്നമ്മ, എൻ്റെ അമ്മ എനിക്ക് എഴുതി തന്നതാണ്. സെറ്റിൽമെൻറ്റ് ഡീഡി കൂടെ കാലശേഷം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനകത്ത് ഒരാൾക്കും പ്രീതായസ് പണിക്കറിനൊന്നും ഒരു അവകാശവും പറയാൻ പറ്റില്ല. കാരണം ഇത് സെറ്റിൽമെൻറ്റ് ഡീഡാണ്. മനസ്സിലായില്ലേ? അവൾക്ക് കൊടുത്തത് എനിക്കും ഇതാക്കി. അമ്മയ്ക്ക് പിന്നെ ചിലവർ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലാണ്. നമ്മൾ എന്തൊക്കെയോ അങ്ങ് ചെയ്തുകളെ ഇറക്കി വിടും, ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്ക്രൂ കയറ്റി കൊടുത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഈ 20 സെൻറ്റോളം, ഇത് 9ഉം അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 10 സെൻറ്റും എൻ്റെ അമ്മയുടെ പേര് കാലശേഷം വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ പേരിലാണ്. ഞാൻ അതിനപ്പുറത്ത് വടക്ക് വശം എൻ്റെ തന്നെ വസ്തുവാണ്. എൻ്റെ അമ്മയുടെ 10 കഴിയുമ്പം എൻ്റെ തന്നെയാണ്, പക്ഷേ എൻ്റെ അമ്മയുടെ കാലശേഷമാണെന്നേ ഉള്ളൂ. അപ്പം അത് 7 സെൻറ്റിൻ്റെ വടക്ക് വശം സുബ്രഹ്മണ്യൻ വക വസ്തു. പിന്നെ ഇതിൻ്റെ അങ്ങോട്ടുള്ളതെല്ലാം നടവഴി കിഴക്ക് ഭാഗം മുഴുവൻ എൻ്റെ ഈ 26 സെൻറ്റ് വസ്തുവാണിത്. 7/28 സർവേ നമ്പർ 7/28 7/32 7/33. പിന്നെ പടിഞ്ഞാറ് വശം ഗീത വക വസ്തു. ഓക്കെ, അങ്ങനെ
ഇതാണ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ. സുരേഷ് എന്ന് പറയുന്ന ഭർത്താവ്, അയാൾ മരിച്ചുപോയി. അയാളുടെ ഭാര്യയായ ഗീതയുടെ വസ്തുവാണ്. പടിഞ്ഞാറ് വശം മതിലാണ്, മതിലിട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ. വേറെ ഒന്നുമല്ല ഇത്. അപ്പം ഈ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തൊരു ഇത് സർവേ നമ്പർ പ്ലസ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് എവിഡൻസ്. ഇത് റോഡ് മേഫെയറിൻ്റെ അവിടെ പോകുന്ന റോഡാണിത്. മേഫെയർ പടിഞ്ഞാറ്. ഈ റോഡ് എൻഡ് ചെയ്യുന്ന നമ്മുടെ കോട്ട് റോഡാണ്, മാവേലിക്കര. അതിൻ്റെ മേഫെയർ കോട്ട് റോഡ് തെക്ക് വടക്ക് കിടക്കുന്നതാണ് ഈ കോട്ട് റോഡെന്ന് പറയുന്നത്. അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് നമ്മുടെ മേഫെയർ എന്ന് പറയുന്നത്. ആ ബാറിൻ്റെ തൊട്ട് തെക്കേ വശത്തൂടെ കിടക്കുന്ന റോഡാണിത്. മനസ്സിലായോ? ഇതിൻ്റെ റോഡിൻ്റെ വടക്ക് വശത്താണ് ഈ വീട്. 60s വീടാണ്. എന്തുവാ വേണ്ട, ഓടിട്ട വീടാണ്. ഇപ്പം അങ്ങനെ ഓടിട്ട വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നിലയാണ്. പഴയ രീതിയിൽ ഓടിട്ട വീട്. ചുമ്മാതിപ്പം ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത് ഇത് കറക്റ്റ് ഓടിട്ട വീടാണ്. മനസ്സിലായില്ലേ? മച്ചും ഓടും ഒക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ. എങ്ങനെയെങ്കിലുമൊക്കെ ഇവർക്ക് ഇങ്ങനെ ഇൻഷുറൻസ് മാഫിയാണ് ഇവന്മാർ. ഈ പ്രീത എസ് പണിക്കർ, ബിജു പി, മോഹൻ സിംഗ്, സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ, പിന്നെ ഈ പത്മജൻ, ഈ സുബ്രഹ്മണ്യൻ, ഇത്ര ആൾക്കാരാണ് ഇവിടെ വലിയ പിന്നെ രീതിയിൽ നമ്മൾക്ക് ഭീഷണിയായിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര ഭീഷണിയാണ് ഇവന്മാരാണ് എനിക്ക് എന്ത് സംഭവിച്ചാലും ഇവന്മാരാണ്. ഈ പത്മജൻ, സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ, മോഹൻ സിംഗ്, അങ്ങനെ സുബ്രഹ്മണ്യൻ, ഇത്ര ആൾക്കാരും, പ്രീത എസ് പണിക്കർ, പിന്നെ നമ്മുടെ അമ്മ വീട്ടുകാർ ബിജു പി, അമ്മ വീട്ടുകാർക്കും പങ്കുണ്ട് ഇതിനകത്ത്. ഭയങ്കര കള്ളരാണ് അവന്മാർ. രാജേഷ് ആറെന്നൊക്കെ പറയുന്നവൻ, അവൻ്റെ ഹിസ്റ്ററിയൊന്നും അത്ര വലിയ ശരിയുള്ളതൊന്നുമല്ല. അവന്മാരൊക്കെ ഇതുപോലെ ഇൻഷുറൻസ് ലൂട്ട് ചെയ്ത് നടക്കുന്നവന്മാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ ഉദ്ദേശങ്ങൾ. നമ്മൾ LLB പഠിച്ചത് കൊണ്ടുള്ള ആ സർട്ടിഫിക്കറ്റ് വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഇതാക്കണം. നമ്മളെ അതിനുവേണ്ടി നമ്മൾ ബിജു പിയെ ഇങ്ങനെയുള്ളൊരു പർപ്പസിന് ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ടയുടെ പേരിലാണ് ഇവനെ കൊണ്ട് നമ്മളെ കെട്ടിക്കുന്ന ഇവന്മാരെല്ലാം കൂടെ. എന്നിട്ട് കെട്ടിച്ചിട്ട് ഇവൻ അന്ന് മുതൽ നമ്മൾ ഹരാസ് ചെയ്യാൻ തുടങ്ങിയതാണ്. നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടടി? അപ്പോൾ ഇതൊക്കെ ഇപ്പം ഇങ്ങനെയാണ് ഇവന്മാരുടെ ഇത്. നീ എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടടി എന്ന് ആദ്യത്തെ ദിവസം മുതൽ ചോദിക്കാൻ തുടങ്ങിയതാണ്. പിന്നെന്താണ്, വെറും തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ് ഇവൻ. ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാം ഇങ്ങനെ തുറന്ന് ഡിസ്കസ് ചെയ്യുന്ന വെറും തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ് ഇവൻ. വെറും തേർഡ് റേറ്റ് ആണ് ഇവൻ. ബിജു പി എന്ന് പറയുന്നവൻ പക്ക തേർഡ് റേറ്റ്. ഇതുപോലൊരു തേർഡ് റേറ്റിനെ കാണാൻ കിട്ടത്തില്ല. ഈശ്വര ഭഗവാൻ, ഇത്ര നീചനാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ല. എൻ്റെ കൊച്ചിനെ പോലും സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇവനെ. അതുപോലത്തെ തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ് ഇവൻ. അതുപോലെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10ാമത്തെ ദിവസം മുതൽ അടി തുടങ്ങിയതാണ്. എന്നിട്ട് നമ്മൾ കോടതിയിൽ ഇവൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ കാറ് 2 ലക്ഷം പൂര ഇത് വിറ്റ് ബാങ്കിലിട്ടാൽ നീ വരുവോടി, നീ പ്രാക്ടീസ് ചെയ്യാൻ വരുവോടി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ത്രട്ടൺ ചെയ്ത് നമ്മളെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിച്ചിട്ടുള്ളതാണ് ഇവൻ. അങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുന്നതാണ് ഇവനെ കൊണ്ട്. ഭയങ്കര ശല്യമാണ് ഇവൻ. നമ്മൾ കോടതി വഴി ബന്ധം ഒഴിഞ്ഞതാണ് ഇവനെ. ഇങ്ങനെ പിന്നെ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ നമ്മളിതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ നമ്മളോട് പറയുന്നതാണ്, വല്ലവൻ്റെയും കൂടെ പോടി, ആണുങ്ങളെ കണ്ടുപിടിക്കണേ, ആണുങ്ങളെ കൂടെ പോടി. ഇപ്പന്മാരുടെ ഉദ്ദേശം അതാണ്. കണ്ട ആണുങ്ങളുടെ കൂടെ ഒക്കെ പോകുമ്പം നമുക്ക് ബ്രേക്കപ്പ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന അതൊക്കെ കിട്ടും. അതിനുള്ള ഉദ്ദേശത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ നിരന്തരം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. വെറും തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സാണ് ഇവന്മാരൊക്കെ. മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ, ഒരു രീതിയിൽ നീച ജന്തുക്കളാണ്. ഞാൻ ദീപ എസ് പണിക്കർ. ഇവിടെയാണ് എൻ്റെ വീട്. ഇവിടെയാണ് ഞാൻ.